നീരജേനെ ചൂസ് ചെയ്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വളരെ രസമാണ്. ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പോയത് നീരജേനെയാണ്. അപ്പോൾ അത് തന്നെ അവൾ റിജക്റ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ ഞാൻ ചോദിച്ചു എന്താ റിജക്ട് ചെയ്ത കാരണങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവള് പറഞ്ഞു ഞാൻ റിജക്ട് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെന്താ പറയാ, 2 ദിവസങ്ങൾക്ക് ശേഷം പിന്നെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങള് മീറ്റ് ചെയ്തു. അതിനുശേഷം ഒരുപാട് സംസാരിച്ചു. അപ്പോൾ രണ്ടുപേരുടെയും വൈബ് ഏകദേശം സംഭവം അവള് ഭയങ്കര എക്സ്ട്രോ ആണ്, ഞാൻ ഭയങ്കര ഇൻട്രോ ആണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ എങ്ങനെയാ കണക്ട് ആയെന്ന് അറിയില്ല, ബട്ട് അത് ഓക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു. നീരു, ഇന്നിപ്പോ നമ്മുടെ കല്യാണം കഴിഞ്ഞു. ആക്ച്വലി നീ എന്തിനാ എസ് പറഞ്ഞേ? അതെന്റെ ഒരു സെക്കൻഡ് തോട്ടിലുള്ള ഒരു യെസ് ആയിരുന്നു. ഫസ്റ്റ് നമ്മളുടെ ഈ പ്രപ്പോസൽ ഒരു മാട്രിമോണി എനിക്ക് അമ്മയാണ് ജെക്കെന്റെ പ്രൊഫൈൽ അയച്ചിരുന്നത്. അപ്പൊ അതിലെനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഓഫീസിലിരിക്കുമ്പോ പെട്ടെന്ന് അമ്മയുടെ മെസ്സേജ് വന്നു. അപ്പൊ അതിൽ ജെക്ക് ഒരു ബ്രൗൺ ഷർട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഉള്ളൊരു ഫോട്ടോ. കേൾക്കാം മഴ തോരുമ്പോൾ മൗനം മൂടിയ മോഹങ്ങൾ, നീ മായാജാലങ്ങൾ പോലെന്നും മുന്നിൽ മിന്നുന്നു. പക്ഷെ എനിക്ക് ഫസ്റ്റ് ഒരാളുടെ ഒരു ഫോട്ടോ കാണുമ്പോൾ ഉള്ള ഒരു ഇംപ്രഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. എനിവേ അമ്മ ഇങ്ങനെ പിന്നാലെ നടന്ന അമ്മയ്ക്ക് എന്തോ ഇഷ്ടമായി. എന്തുകൊണ്ടാ ഇതാണ് ലൈഫ് പാർട്ട്ണർ എന്ന്? അങ്ങനല്ല, എനിക്കെന്തോ ഇഷ്ടായി. അപ്പൊ എൻ്റെ അടുത്ത് ഫസ്റ്റ് പറയുന്നത് ഇതാണ്, നീരജ, ഞാൻ നീരജയുടെ ഇൻസ്റ്റഗ്രാം ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, നീരജ നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കും, നീരജയുടെ പ്രൊഫൈലിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് അതിനൊക്കെ പേടിയായിട്ടോ, ഞാൻ അങ്ങനെ ഡാൻസ് ഒന്നും കളിക്കില്ല, നീരജയുടെ ഏട്ടനൊക്കെ മറ്റേത് കളിക്കുന്നത് കണ്ട്. അപ്പൊ എനിക്കിപ്പോഴും ആ ഡയലോഗ് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ജെന്യുവൻലി യു സെഡ് ലൈക്ക് ഇങ്ങനെയാണ് ഞാൻ. ജ്വലിക്ക
finally the wait is over. Marriage കഴിഞ്ഞു. Now we are on the reception day. Still we are trying to digest it. Like we got one more family member to our family. To our gang actually. Yeah. ഒരാളും കൂടി to our gang. She's super chill, Very super cool extrovert. and easily gelling. Right? നമ്മുടെ ഒരു ഇതിന് സെറ്റായ ഒരു പേഴ്സൺ തന്നെയാണ്. சிறகாய் உயர்ந்தாலினி சுகமாய் காணாத காற்றாய் தூவும் மழையாய் அழகான காதல் கடலாய் அழியாத முத்து மணியாய் முகிலே திறந்த பொன் சாரல் என்ற வரமாய் இணையும் பாதைகள் பூக்கும் ஆசைகள் கரையும் காலங்கள் மறையும் மாயைகள் இணையும் பாதைகள் தேடும் மேடுகள் கரையும் காலங்கள் மறையும் மாயைகள். Babetta is very introvert, very shy, down to earth. രണ്ടാളും down to earth ആണ്. And I guess after wedding, Babetta has become more extrovert because of Chechi. So thanks to Chechi. ഇതുവരെ കണ്ടാണ് Made her very extrovert. Dancing girl. Staging dance കളിക്കാൻ തുടങ്ങി. Putting a single step. Yeah. Not even a step. Like No, not a step. Today is on the stage performing. That's because Chechi definitely. இணையும் பாதைகள் பூக்கும் ஆசைகள்